സിദ്ധാർത്ഥിൻ്റെ അമ്മാവനും ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, പോലീസ് ഈ വിഷയത്തെ വേണ്ടത്ര ഗൗരവത്തോടെ, അതർഹിക്കുന്ന ഗൗരവത്തോടെ കൈകാര്യം ചെയ്തു എന്ന് കരുതുന്നുണ്ടോ? സിദ്ധാർത്ഥിൻ്റെ അമ്മാവനോടാണ് ചോദ്യം. സർ, ആദ്യം നമ്മൾ പോയ സമയത്തുള്ള സമീപനം അവരൊരു സാധാരണ രീതിയിലുള്ള ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നതിലേക്ക് ശ്രമിക്കുന്നതായിട്ടൊരു തോന്നലുണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാം ഇതിൽ ഒരു പ്രശ്നവുമില്ല, ഇത് വളരെ ഒരു സംശയത്തിൻ്റെ ഒരു നൂല് പോലും അതിനകത്തില്ല, അത് കൃത്യമായ ആത്മഹത്യയാണ് എന്നാണ് SI എപ്പോഴും ചിരിച്ചുകൊണ്ട് നല്ല മുഖത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് സർജൻ ഇടയ്ക്കൊന്ന് വിളിക്കുന്നുണ്ട്. ഈ നമ്മുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൻ്റെ സമയത്ത് തന്നെ സർജൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആ കോൺസ്റ്റബിൾ കൂടെ പോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് എന്തോ കഴിഞ്ഞിട്ട് മടങ്ങി വന്നിട്ട് വീണ്ടും അദ്ദേഹം എന്നോട് ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇതൊരു ഫോർമാലിറ്റിയാണ്, സാധാരണ ഒരു പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ ഞങ്ങളെ വിളിച്ചൊന്ന് പറയാറുണ്ട്. എന്നാൽ എൻ്റെ ബന്ധുക്കൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് അല്ല, സർജൻ അദ്ദേഹത്തെ ഫോറൻസിക് സർജൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞത് ഈ ശരീരത്തിലുള്ള പാടുകളുടെ കുറിച്ചുള്ള ആശങ്കയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തതയാണ് അവരിൽ വരുത്തിയത്. അപ്പം അവിടെ തന്നെ എനിക്ക് ഒരു സംശയത്തിൻ്റെ ഒരു ചെറിയ മുന വന്നു. അപ്പോൾ ആ സമയങ്ങളിൽ പോലീസിൻ്റെ നിലപാട് അവിടെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിരുന്നെങ്കിലും പിന്നെ നമ്മൾ തുടർന്നുള്ള സർക്കിൾ ഇൻസ്പെക്ടർ സാറിൻ്റെ സമയം തൊട്ട് കുറച്ച് കൃത്യമായ അപ്ഡേഷനാണ്. അദ്ദേഹം നല്ല രീതിയിലാണ് നമ്മളെ സമീപിച്ചതും മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞതെല്ലാം കൃത്യമായിരുന്നു. തുടർന്ന് വന്ന DYSP സാറും നമ്മളോടൊപ്പം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. നല്ല രീതിയിലാണ് ഇപ്പോഴും എൻ്റെ ഒരു വ്യൂ ഓഫ് മൈൻഡിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം കൃത്യമായ രീതിയിൽ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിലവിൽ. ശ്രീ ഷിബു, ഈ സിദ്ധാർത്ഥൻ്റെ സഹപാഠികളോട് സംസാരിക്കാൻ സാധിച്ചോ? ഇതിനൊക്കെ സാക്ഷികളായിട്ടുള്ള, എനിക്കിപ്പോഴും മനസ്സിലാത്തത് എങ്ങനെ, അതായത് ബോധമുള്ള മനുഷ്യർക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പം നോക്കൂ, ഈ സംഘത്തിൽ 18 പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എങ്ങനെ ഇത് കണ്ടു നിൽക്കാൻ പറ്റും? ഒരാളെ ഇങ്ങനെ മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്നു, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ല, അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, സിദ്ധാർത്ഥന് ഭക്ഷണം കൊടുക്കുന്നില്ല, നിലവിളിക്കുന്നുണ്ടാവും ഈ ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന്. ഇത് കണ്ടുകൊണ്ടിരിക്കുക, തുടർന്നും മർദ്ദിക്കുക, ഇത് മനുഷ്യനായി പിറന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുമോ? മൃഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. മൃഗങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ ഇഞ്ചിഞ്ചായി അല്ലല്ലോ കൊല്ലുന്നത് മൃഗങ്ങൾ. അപ്പോൾ ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള ഒരു പറ്റം വിദ്യാർത്ഥികൾ, ഇവർ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ഇവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് തന്നെയായിരിക്കും ചെയ്യുക. ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, സാധിക്കില്ല. അതല്ലേ മനസ്സിലാക്കേണ്ടത്. ഈ സഹപാഠികൾ ആരെങ്കിലും ഈ നടന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഇല്ല സാർ, നിലവിൽ ഇതുവരെയും ഒരാൾ പോലും നമ്മളോടൊപ്പം ഇത്തരത്തിൽ കോളേജിലുള്ള മറ്റു കുട്ടികൾ സംസാരിച്ചിട്ടില്ല. പക്ഷേ അവൻ്റെ ഒരു സഹപാഠിയായ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുകയും ഞാൻ കുട്ടിയെ വിളിച്ചപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് ആദ്യത്തെ സമയത്ത് തന്നെ പറഞ്ഞു, അങ്കിളെ ഇത് എങ്ങനെ മരണപ്പെട്ടു എന്നാണ് അങ്കിൾ വിചാരിക്കുന്നത് ഈ സിദ്ധാർത്ഥൻ? ഞാൻ പറഞ്ഞു, സാധാരണ എന്തോ വിഷമത്തിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് കോളേജിൽ നിന്ന് അറിയാൻ കഴിയും. അല്ല, ഇത് അവൻ്റെ സീനിയേഴ്സും ജൂനിയേഴ്സും ക്ലാസ്മേറ്റ്സും ബാച്ച്മേറ്റും ചങ്ക് കൂട്ടുകാരും കൂടെ ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി പട്ടിയെ തല്ലും പോലെ തല്ലി കെട്ടിത്തൂക്കിയതാണ് എന്ന് ആ കുട്ടി പറഞ്ഞു. അതോടൊപ്പം തന്നെ 6ഓളം പേരുടെ പേരും പറഞ്ഞു തന്നു. ആ ലിസ്റ്റിലുള്ള 6 പേരും ഈ 12 പേരിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ അതാണ് അന്ന് നമുക്ക് കിട്ടിയ അപ്ഡേഷൻ. ആ ഒരു കുട്ടി ഒഴികെ വേറെ ആരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇവർ വെറ്റിനറി കോഴ്സിന് പഠിക്കുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. എന്നാൽ അവരുടെ മെയിനായിട്ടുള്ള സബ്ജക്റ്റ് പശു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഇവർ ഇത്രത്തോളം മൃഗങ്ങളായി മാറിയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും മൃഗീയമായ, ഇന്ന് വരെ നമ്മളെ കേരള ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത ക്രൂരമായ ഒരു പൈശാചികമായ ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു മനുഷ്യന്
ഇത്തരത്തിലും പാവപ്പെട്ട ഒരു 20 വയസ്സായ ഒരു കുട്ടിയോട് ഇത്തരത്തിൽ പെരുമാറാൻ കഴിയുന്നതെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നില്ല. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ 2 ലൈനോ 3 ലൈനോ മാത്രമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. എനിക്കത് വായിക്കാൻ കഴിയുന്നില്ല. ബാക്കിയെല്ലാം പലരും വാർത്താ ചാനലിലൂടെയും എന്നെ വിളിച്ച് പറഞ്ഞതിലൂടെയും കേട്ട അറിവ് മാത്രമാണ് എനിക്കുള്ളത്. എനിക്ക് വായിക്കാൻ അത് കഴിയില്ല. അത്രയ്ക്ക് മൃഗീയമായിട്ട് ഏതൊരു കുട്ടിയാണ് ഇത്രയും സമയം ഇത് താങ്ങി നിൽക്കുക എന്ന് എനിക്കറിഞ്ഞൂടാ. ഇത്രയും 3 ദിവസം അവൻ എങ്ങനെ അത് അതിജീവിച്ചു എന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് അവന് ഇത്രയും വിൽ പവർ എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ നോക്കുന്നു. അവർ മൃഗീയമായിട്ട് പൈപ്പ് കൊണ്ട് തലയ്ക്കടിക്കുന്നു, താടിയെല്ലിൽ അടിക്കുന്നു, വയറ് ചവിട്ടി കലക്കുന്നു, കുടലെല്ലാം മൊത്തത്തിൽ ഡാമേജ് ആവുന്നു, വയറിനകത്ത് ഒരു തുള്ളി ആഹാരമില്ല, വെള്ളമില്ല, പിന്നെ വയറ് കൊണ്ട് കഴുത്തിൽ കുരുക്കി ഇറുക്കി കെട്ടിയതിലുള്ള പാടാണ് ആ സമയത്താണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇവർ പിന്നീട് കാലിൽ കെട്ടി വലിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാൻ കഴിഞ്ഞത് ഇവൻ്റെ നിലവിളി ഏകദേശം ആ കോളേജ് മുഴുവനും കേട്ടുവെന്നാണ്. ഈ ഡീന് അടുത്താണ് താമസിക്കുന്നത്. ഇയാൾ മാത്രം അത് കേട്ടിട്ടില്ല. ഞാൻ ആ വാക്ക് ഉപയോഗിച്ച് പോയതാണ്. ഇയാൾ മാത്രം അത് കേട്ടിട്ടില്ല. അതേപോലെ ഈ ഹോസ്റ്റലിൽ എവിടുന്നാണ് വാർഡൻ? ഈ വാർഡൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് ആരെങ്കിലും സംസാരിച്ചോ ഇതുവരെയും? വാർഡൻ അവിടെ ഇല്ലേ? വാർഡൻ അത് കേട്ടോ? വാർഡൻ എന്തിനവിടെ ഉണ്ട്? മറ്റുള്ള കുട്ടികൾ ഇത് 130ഓളം കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് പരസ്യമായിട്ട് വിചാരണ ചെയ്തത്. ഇവരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ കുട്ടികളിൽ അവൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട അടുത്ത കുട്ടികളാണ് ഈ അക്ഷയ് എന്നും റഹാൻ എന്നും പറയുന്ന കുട്ടികൾ. ഇവർക്ക് എന്തുകൊണ്ട് അവരെ വിളിച്ചറിയിക്കാൻ പറ്റില്ല? അവരുടെ അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ പറയാത്തത് ഇത്തരത്തിൽ കൊടിയ പീഡനമാണ് നടക്കുന്ന അമ്മ, നിങ്ങളന്ന് അവരെ രക്ഷകർത്താക്കളെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അങ്കിളെ അല്ലെങ്കിൽ ആൻറ്റി ഒന്ന് വന്ന് രക്ഷിക്കണം എന്ന് മാത്രം മതിയല്ലോ. ആരറിയാൻ പോകുന്നു? അപ്പം ഇവരെല്ലാം മൃഗങ്ങളെക്കുറിച്ച് പഠിച്ച് മൃഗങ്ങളായി മാറിയെന്നും അല്ലാതെ നമുക്ക് വേറൊന്നും പറയാൻ കഴിയില്ല. അവിടുത്തെ അധ്യാപകരും മൃഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്യരുത്. ഡീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൃഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്യരുത്. മൃഗങ്ങൾ എത്രയോ ഭേദമാണ്. മൃഗങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അതെ 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 സാർ, സോറി, ഞാൻ ഇത് മനസ്സിലാക്കുന്നു. മൃഗങ്ങൾ പോലും ഇത്രയും പ്രവൃത്തി ചെയ്യില്ല. ഈ ഡീൻ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾ ഇവിടുന്ന് പോയി അദ്ദേഹത്തിന് ആദ്യമായി കാണുമ്പോൾ നമ്മളെ മരണവിവരം അറിയിച്ച PG വിദ്യാർത്ഥി പറഞ്ഞത്, ചേട്ടാ നിങ്ങൾ പോയ ഉടനെ ഡീനിനെ കാണണം. ആ ഡീനിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒരു വിവരവും ഇല്ല, ഇതിനെക്കുറിച്ച് ഒരു കാര്യവും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് പോലീസ് എന്ത് പറയുന്നു അതേ അറിയാവുള്ളൂ. ഇവിടെ എന്തോ സംഭവിച്ചു, ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഈ പോലീസ് എന്താണോ നിങ്ങളടുത്ത് പറയുന്നത് അത് മാത്രമേ എനിക്കും അറിയാവുള്ളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെടുക. രണ്ടാമത് ഞാൻ ഈ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, സാർ എനിക്ക് ഈ ഹോസ്റ്റൽ റൂം ഒന്ന് കാണണം, അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ആരെങ്കിലും അടുത്തൊന്ന് സംസാരിക്കണം, എന്താണ് നടന്നതെന്ന്. ഇല്ല, അതൊക്കെ പോലീസ് തീരുമാനിക്കും, എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ നേരെ സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിൽ പോവുക, അവിടെ കുട്ടിയുണ്ട്, ഞങ്ങൾ നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. ഇതാണ് ഡീനിൻ്റെ നിലപാട്. പിന്നീട് മുഴുവൻ കാര്യങ്ങളിലും ഡീന് പറയുന്നത് എനിക്കറിയില്ല അറിയില്ല അറിയില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. ഡീന് എനിക്ക് വീണ്ടും കോളേജിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഡീനിൻ്റെ അറിവോട് കൂടിയാണ് കുട്ടിയെ അഴിച്ച് ഇറക്കിയിരിക്കുന്നത്. ഡീനാണ് ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം മാത്രം പോലീസിനെ വിളിച്ച് അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞത്. ഡീനിന് അവിടെ നിന്ന് പ്രസൻറ്റിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഡീൻ പറഞ്ഞത്, നിങ്ങൾ പോയവൻ പോയി, നിങ്ങൾ ആരും ഈ കാര്യം ഒറ്റ മനുഷ്യരെടുത്ത് പറഞ്ഞു പോകരുതേ, എങ്കിൽ നടപടി ഉണ്ടാവുമെന്നാണ്. അതോടൊപ്പം അവിടുത്തെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാന്തനാഥ് അങ്ങനെ എന്തോ പേരുള്ള പുള്ളി പറഞ്ഞതും അതാണ്. അദ്ദേഹം ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഒറ്റ മനുഷ്യർ പോലും നിങ്ങൾ പുറത്തു പോയി ഈ വിവരം പറയാൻ പാടില്ല, ഈ വിവരം പറഞ്ഞാൽ നിങ്ങളെ പഠിത്തം ഇവിടെ വെച്ച് നിർത്തിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സിദ്ധാർത്ഥനെ പോലെ, എൻ്റെ മോനെ പോലും അയാൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള കൊടിയ പീഡനം ഈ ഡീനിന് അറിയാമായിരുന്നു. അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ അദ്ദേഹം ഈ വീട്ടിൽ വന്നപ്പോൾ വളരെ മാന്യമായിട്ട് നമ്മൾ സംസാരിച്ചു. അതോടൊപ്പം അദ്ദേഹം വീട്ടിൽ വരാൻ പേടിയാണെന്ന് മനസ്സിലായത് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഓഫീസർ വന്ന് ഇവിടെ ആദ്യമേ ചോദിച്ചു, അദ്ദേഹം വരുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. നമ്മൾ പറഞ്ഞ് അദ്ദേഹം ഇവിടെ വരുന്നതിന് നമുക്കെന്ത്, നമ്മൾ അദ്ദേഹത്തിനേക്കാളും മാന്യനാണ്, അദ്ദേഹത്തിന് എപ്പോഴും വേണോ വന്നിട്ട് പോകാം. അദ്ദേഹം ഒരു SIയെയും കൂട്ടിയാണ് ഈ വീട്ടിൽ വന്നു സംസാരിച്ചു മടങ്ങിപ്പോയി.
എനിക്കൊരു പറയാനുള്ളത് അല്പം കടുത്തതാണെങ്കിലും സാർ ഒന്ന് ക്ഷമിക്കണം. ഇദ്ദേഹത്തിന് പറ്റിയ പണി VC ആയിട്ടിരിക്കുന്നതല്ല. വേറെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുത്ത് റോഡിൽ ഇരുത്തി കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും, ആളുകൾ വരുമ്പോൾ ആ ജോലി ചെയ്തു കൊടുത്താൽ മതി. അദ്ദേഹത്തിന് പറ്റിയ ജോലി അതാണ്. ഈ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്രയും കാര്യങ്ങൾ നോക്കാൻ അറിഞ്ഞുകൂടാത്ത അദ്ദേഹത്തിന് എന്തിനാണ് ആ സീറ്റ്? അദ്ദേഹത്തിന് അവിടെ നിന്ന് എടുത്ത് കളയണ്ടേ? അദ്ദേഹത്തിന് ഇത് ആരാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്? ഇത്രയും പൊട്ടനായ ആളിനെ അവിടെ എന്തിനാണ് ഇരുത്തിയിരിക്കുന്നത്? ഈ കുട്ടികളുടെ ഒരു കാര്യം, അവിടുന്ന് എനിക്കൊരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് പറഞ്ഞത്, അങ്ങളെ പണ്ട് മുതൽ ഇവിടെ ഇത് നടക്കുന്നുണ്ട്, റാഗിങ് നടക്കുന്നുണ്ട്. പക്ഷേ ആ റാഗിങ് ഒക്കെ മിതമായ രീതിയിലാണ്. അതൊരു ഡാൻസ് കളിയിലോ അല്ലെങ്കിൽ ഒരു ഇതിലോ തീർന്നുകൊണ്ടിരുന്നത് പിന്നെ അത് ക്രൂരമർദ്ദനങ്ങളിലായി. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കാത്ത ഈ ഒരു പീഡനം ഇന്ന് വരെ നടന്നിട്ടില്ല. ഇയാളുടെ കാലത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ. അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഡീനാണ്. അപ്പം ഇയാൾക്ക് അവിടെ ഇരിക്കേണ്ട ഒരു യോഗ്യതയില്ല. അതിനെതിരെ നമ്മൾ VCക്ക് പരാതി കൊടുക്കും. ഇദ്ദേഹത്തിന് അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഈ കാന്തൻ എന്ന് പറയുന്ന ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അത് മുഴുവൻ ടീച്ചർമാരും ഒരു 98% അധ്യാപകരും ഈ SFIയുടെ കരവലയത്തിലാണ്. അവർ തീരുമാനിക്കും അവിടെ എന്ത് ചെയ്യണം. ഞാൻ ഇപ്പോൾ അറിഞ്ഞത് SFI എന്ന് പറയുന്നത് അവിടുത്തെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് അവിടുത്തെ കോടതി എന്നാണ് പറയുന്നത്. അവിടെ SFI തീരുമാനിക്കും എന്ത് ശിക്ഷ കൊടുക്കണമെന്ന്. കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊന്നിരിക്കും. അതാണ് ഇവിടെ നടപ്പിലാക്കിയത്. അവൻ്റെ കഴുത്തിൽ വയറ് മുറുക്കി കൊന്നിട്ടാണ് കെട്ടിത്തൂക്കിയത്. അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് ഡീനാണ്. അതിൽ ഒരു മാറ്റവുമില്ല. അദ്ദേഹത്തിനെ വിളിച്ച് നല്ല രീതിയിൽ പോലീസ് മുറയിൽ ചോദ്യം ചെയ്താൽ ഇതെല്ലാം തെളിഞ്ഞു വരും. അതിന് ആർക്കും ധൈര്യമില്ല, ആരും ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇപ്പോൾ എനിക്കറിയാം 3 മണിക്കൂർ, ഒരു ദിവസം 3 മണിക്കൂറോളം നിരന്തരം പീഡിപ്പിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം ഈ കഴുത്തിലെ മുറിവ് എനിക്ക് വേണ്ടപ്പെട്ട സർജന്മാർ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്തായാലും തൂങ്ങി മരണം വയർ കൊണ്ടുണ്ടായി സംഭവിച്ചതാണ് എന്ന് പലരും പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇത്രയും പൈശാചിക മൃഗീയമായ, മൃഗങ്ങളോട് ഉപമിക്കാൻ പാടില്ലാത്ത അവരത് ചെയ്യില്ല. എന്നാൽ ഒരു പരിധിവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആന പോലും ഒരു കൊച്ചു സിംഹത്തെ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനും ആ വിവേചന ബുദ്ധിയുണ്ട്. ഈ വിവേചന ബുദ്ധിയില്ലാത്ത ഈ ക്രിമിനലുകളെ ഈ കോളേജിൽ ആവശ്യമില്ല. ഇത്തരത്തിലുള്ളവരെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏകദേശം 28-30 പേര് ഈ ടീമിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരെ എല്ലാവരും കണ്ടെത്തി ആ കോളേജിൽ നിന്നും പുറത്താക്കുകയും അവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുകയും വേണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അവരെ ഡീബാർ ചെയ്യണം അടിയന്തരം. ആദ്യമായിട്ട് ഡീനിനെ എടുത്ത് കളയണം. എന്നാൽ മാത്രമേ കുട്ടികളെ കളയാൻ കഴിയുള്ളൂ. അപ്പോൾ ആ നടപടിയിലോട്ട് പോവുക എന്നതാണ് എനിക്ക് ഈ നിങ്ങളോടൊപ്പം ഈ ഇരിക്കുന്ന ഓരോരുത്തരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഈ നിയമത്തിനോടുകൂടി SFI എന്ന് പറയുന്ന യൂണിറ്റ് ഒറ്റ യൂണിറ്റ് ഉള്ളത് കൊണ്ടാണ് അവിടെ ഇത്രയും ശക്തമായിട്ട് ഇത്തരത്തിലുള്ള കൊടിയ പീഡനങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം അറിയാൻ കഴിഞ്ഞത് അവരുടെ നേതാവ് അവരുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ അതിനകത്തുണ്ട് എന്നാണ് എനിക്കിപ്പോൾ കിട്ടിയൊരു രഹസ്യ വിവരം. അദ്ദേഹം അവിടെ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ കമ്മിറ്റി കൂടി മറ്റുള്ള എല്ലാ പ്രൊട്ടക്ഷനും അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എനിക്ക് വെളിയിൽ നിന്ന് കിട്ടിയത് ഒരു അറിവ് മാത്രമാണ്. എത്ര സത്യമുണ്ടെന്ന് നിങ്ങൾ മീഡിയക്കാർ കണ്ടെത്തുക. അതാണ് അതിലേക്ക് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഷിജു ഖാൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് SFIക്കാർ ഇതൊന്നും ചെയ്യാറില്ല. SFI എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്ന ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയുന്നത് ഓരോ കോളേജിലും കയറുന്ന വിദ്യാർത്ഥികൾ ഈ SFIക്കാരല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉള്ളവരല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ നാട്ടിൽ BJPയോ കോൺഗ്രസോ മറ്റേതെങ്കിലും ഇതര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ ഇവിടെ വരുമ്പോൾ, കോളേജിൽ വരുമ്പോൾ SFIക്കാരാവും. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പം ഏത് അണ്ടനും അടകോടനും വന്നാലും നിങ്ങൾ SFIക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പോലും ഒരു വ്യക്തതയില്ല. ആരാണ് SFI, എന്താണ് SFI എന്നറിയാത്ത ആളാണ് സംസ്ഥാന നേതാക്കൾ എന്ന് പറയുമ്പോൾ എന്ത് വിരോധാഭാസമാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഡീനാണ് ഈ കേസിലെ മുഖ്യ പ്രതി. അയാളെയാണ് ആദ്യം പോലീസ് ചോദ്യം ചെയ്യേണ്ടത്. അതുപോലെ ആ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ കാന്തദാസ്, അയാളെയും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതുപോലുള്ള അധ്യാപക ക്യാമ്പസിലുണ്ടെങ്കിൽ ഇതിനപ്പുറവും സംഭവിക്കും. ശ്രീ ജയപ്രകാശ്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് താങ്കളോട്. താങ്കൾ ഈ കേസിൻ്റെ അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ തന്നെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഈ തെമ്മാടിക്കൂട്ടങ്ങൾ ഈ തെളിവുകളെല്ലാം തേച്ച് മായ്ച്ച് കളയാൻ ശ്രമിക്കും. അതിൻ്റെ മുന്നൊരുക്കമാണ് ഇപ്പോൾ നേരത്തെ ഷിബു പറഞ്ഞതുപോലെ
ഈ ക്രിമിനൽ സംഘത്തിൻ്റെ നേതാവാണല്ലോ ആർഷോം. അവൻ തന്നെ വധശ്രമ കേസിൽ ഉൾപ്പെടെ 42ഓളം കേസുകൾ പ്രതിയാണ്. അപ്പോൾ സ്വാഭാവികമായും അവൻ്റെ തലയിലൊക്കെ ഇതേ വരുള്ളൂ. അതുകൊണ്ട് ഇതിൽ സുതാര്യമായ സത്യസന്ധമായ അന്വേഷണം നടക്കണമെങ്കിൽ CBI തന്നെ വരണം. ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. താങ്കൾ അത് സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം മറ്റുള്ളവരുമായി ആലോചിച്ച ശേഷം അങ്ങനെ നീങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 7 മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ഒരു കൊലപാതകം, ഒരു വിദ്യാർത്ഥിയുടെ കൊലപാതകം അവിടെ നടന്നിട്ടുണ്ട്. ആ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം അമ്മ ആത്മഹത്യ ചെയ്തതായും ഞാൻ മനസ്സിലാക്കുന്നു. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ശ്രീ ജയപ്രകാശ്? അത് അപ്പോഴൊരു മരണം ആക്സിഡൻ്റായി എന്ന് മാത്രമേ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. എൻ്റെ മോനും പറഞ്ഞത് അതാ, ആക്സിഡൻ്റാണ്. അതിനോടനുബന്ധിച്ച് മോൻ്റെ അമ്മയും ആത്മഹത്യ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നപ്പോൾ അവൻ്റെ കുറച്ച് കൂട്ടുകാരും ഇങ്ങനെ ചെറിയൊരു സൂചന തന്നിട്ട് പോയി, ഒരു കഴിഞ്ഞ വർഷം നടന്ന ഒരു മരണമുണ്ട്, അതുപോലെ തള്ളിക്കളയല്ലേ, ഇങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് പോയി. വേറൊരു കാര്യം കൂടെ അവർ പറഞ്ഞിട്ട് പോയി, അവിടുത്തെ ഈ നടന്ന കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ട് പോയി. ഞാൻ ഈ മകൻ്റെ മരണം അറിഞ്ഞിട്ട് ഞാൻ വിദേശത്തായിരുന്നു, വിദേശത്ത് നിന്ന് വന്നതാണ്. 19-ാം തീയതി മകൻ മരിച്ചത് 18-ാം തീയതി, 19-ാം തീയതി ഞാനിവിടെ വരുന്നത് അറിഞ്ഞിട്ട് 19-ാം തീയതി മുതൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല. വീട്ടിൽ നിന്ന് 20-ാം തീയതി എൻ്റെ മകൻ്റെ ബോഡി സംസ്കാരത്തിന് വേണ്ടി എടുത്തുകൊണ്ട് പുറത്തു കൊണ്ടുപോയി. അന്നാണ് ഞാൻ എഴിച്ചിട്ട് അത് ചടങ്ങുകൾ ചെയ്യുന്നത് എൻ്റെ ഇളയ മകനായിരുന്നു. ഞാൻ പോയില്ല, സംസ്കാര സ്ഥലത്തോട്ട് ഞാൻ പോയില്ല, എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് ബോഡി കൊണ്ടുപോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പുറത്തോട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇവിടെ ഉള്ള കരച്ചിലോ ഒന്നും കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് പുറത്തോട്ടിരിക്കുക. അപ്പോഴേ അവർ കുറച്ച് കൂട്ടുകാർ വന്നു, 15-20ഓളം കൂട്ടുകാർ, കോളേജിലെ കൂട്ടുകാർ വരുന്നു പോകുന്നതുണ്ട്. എന്നോട് പറഞ്ഞ അങ്കിളാണോ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ? എനിക്ക് എൻ്റെ വായിൽ നിന്നൊന്നും വരുന്നില്ല, എനിക്ക് ശരീരം അനക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു അതെ, എനിക്ക് അങ്കിളിനോടോ അല്ലെങ്കിൽ ആൻറ്റിയോടോ സിദ്ധാർത്ഥൻ്റെ അമ്മയോടോ ഒരു കാര്യം പറയണം. ഇതിൽ രണ്ടുപേരിൽ ആരോടെങ്കിലും നമുക്ക് പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ, വേറെ ആരോടും പറയാൻ പറ്റില്ല. വേറെ ആരും എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല, അവരെ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു മക്കളെ പറഞ്ഞോ, കുഴപ്പമില്ല. അപ്പോൾ അങ്കിളൊന്ന് കേൾക്കണം. ഒരു കാര്യം കൂടെ ആദ്യമേ പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി സിഞ്ചോ തല വെട്ടുമെന്ന് പറഞ്ഞു. സിഞ്ചോ ആയിരുന്നു എനിക്കറിയില്ല, അപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു. പേര് പറയുന്നു, എനിക്ക് കുഴപ്പമുണ്ടായില്ലേത്, അല്ലെങ്കിൽ ചാനലിന് കുഴപ്പമുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ട കാര്യം ഞാൻ പറയും. അതിന് സിഞ്ചോ തല വെട്ടുമെന്ന് പറഞ്ഞിരിക്കുക അങ്ങനെ, അതുകൊണ്ട് പറയില്ലേ. അത് സിഞ്ചോ തല വെട്ടു എന്ന് പറഞ്ഞ് സിഞ്ചോയും കൂട്ടുകാരും അത് കഴിഞ്ഞ് കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഈ കാര്യം നടന്ന കാര്യം അവിടെ ചെന്ന് ആരോടും പറയില്ലേ, പോയിട്ട് തിരിച്ചു വന്നാൽ മതി, ആരോടും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം പോവും, ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഒരു കാര്യം അറിയില്ല, എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിയില്ല. മകൻ ഇവിടെ വന്നപ്പോഴാ മകൻ തൂങ്ങി മരിച്ചു എന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നു, അവിടെ നിന്ന് അറിയിച്ചത് അത്രമാത്രമേ അറിയാവൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു എന്താണ് കാര്യം? എനിക്ക് വായിൽ നിന്നൊന്നും വരുന്നില്ല, പറയട്ടെ. അപ്പോഴാണ് അവർ പറയുന്നത് അങ്ങളെ സിഞ്ചോയും അവൻ്റെ ഫ്രണ്ട്സും പിന്നെ അക്ഷയ് റഹാൻ ഡാനി, ഈ പേര് എനിക്ക് മുമ്പേ അറിയാം. അക്ഷയ് റഹാൻ ഡാനി മകൻ്റെ ഫസ്റ്റ് ഇയർ മുതൽ എനിക്ക് ഈ പേരറിയാം. അവനെപ്പോഴും സംസാരിക്കുമ്പോഴും ഫോൺ ചെയ്യുമ്പോഴും അവൻ അമ്മയോടും പറയും, എന്നോടും പറഞ്ഞിട്ടുണ്ട് ഈ പേരെല്ലാം. അവർ കൂട്ടുകാരാണ്, റൂംമേറ്റ്സാണ്, ക്ലാസ്മേറ്റ്സോ, ഒരേ ബാച്ചാ. അപ്പോൾ ഈ പേരുകളെല്ലാം എനിക്ക് നല്ലവണ്ണം അറിയാം. ഈ 3 പേരും നല്ല ഫെമിലിയറായി എനിക്കറിയാം. അതാ അവർ പറയുന്നത് അങ്ങളെ സിഞ്ചോയും ഫ്രണ്ട്സും പിന്നെ അക്ഷയും റഹാനും ഡാനിയും കൂടെ ചേർന്നിട്ട് അവനെ ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുപോയി തീർത്തതാണ് അങ്ങനെ, എന്നിട്ട് തൂക്കിയതാണ്. ഇത്ര പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എങ്ങനെ റാഗിങ്ങിനൊക്കെ കുറിച്ചോ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് എനിക്ക് അപ്പോഴൊന്നും അറിയില്ല. ഇത്ര കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോയി. സിഞ്ചോയും ഫ്രണ്ട്സും അക്ഷയും റഹാനും ഡാനിയും ഇവരെല്ലാവരും ചേർന്ന് ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുപോയി തീർത്തിട്ട് തൂക്കിയതാണെങ്കിൽ ഇത് വിട്ടുകളയില്ല. ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിതകാലം മൊത്തം ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് വേറെ ആർക്കും പറയാനും പറ്റില്ല. ജീവിതകാലം മൊത്തം സമാധാനം കിട്ടില്ല. ഇത് വിട്ടുകളയില്ല എങ്കിൽ നമുക്കും പേടിയാണ് അവിടെ ജീവിക്കാനായിട്ട്. ഈ ക്രിമിനലുകളെ കാര്യം നമുക്കും ഭയങ്കര പേടിയാണ്. ഈ പറഞ്ഞ സിഞ്ചോയുടെ ഒരു പേര് വന്നിട്ടുണ്ട്, സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുള്ളതിൽ സിഞ്ചോ സീനിയറാണ്.
അവൻ്റെ പേര് ഈ സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുണ്ട്. അത് കാര്യം കറക്റ്റായി പോയിട്ടുണ്ട്. ആ കുട്ടി പറഞ്ഞതും സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുള്ളത് അതിപ്പോൾ കറക്റ്റായി. ബാക്കിയുള്ള പേരിൽ ഡാനി എന്ന് പറയുന്ന ആ കുട്ടികൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവരുടെ സഹപാഠികളായിരുന്നു. ഈ 12 പേരിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവൻ്റെ സഹപാഠികളാണ്. റൂംമേറ്റ്സും ക്ലാസ്മേറ്റ്സോ കൂടെ പഠിക്കുന്നത്, ഒരേ ക്ലാസ്സിലിരിക്കുന്ന, ഒരേ റൂമിൽ കിടക്കുന്നവർ. അവരാ ഈ 4 പേര്, 12 പേരിൽ 4 പേര് അതാ. അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഇത്രയും പിന്നെയും വിഷമം കൂടുന്നത്. അതിൻ്റെ കൂടെ ഈ സീനിയേഴ്സും. അപ്പോൾ എങ്ങനെ ഈ കുട്ടികളായി ഈ മാതാപിതാക്കൾ ഇങ്ങനെ വിശ്വസിച്ച് ഒരു കൂട്ടുകാർ കൊണ്ടുപോകും. അവരെ അച്ഛനും അമ്മയും ശരി മക്കളെ നീ അവൻ്റെ കൂടെ കൂട്ടുകൂട് എന്നെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഒരേ റൂമിൽ കിടക്കുന്നവർ, ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവർ അവരാ ചെയ്തത്. എനിക്കത് കേട്ടപ്പോഴേ അതോടുകൂടി ഞാൻ തകർന്നു. ഈ 3 പേരും കേട്ടതോടുകൂടി ഞാൻ വീണ്ടും അവിടെ തകർന്നവിടെ ഇരുന്നു. എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റിയില്ല. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മകൻ്റെ ബോഡി കൊണ്ടുപോയി. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ കുറച്ച് നോർമലായേനെ. ഒന്നുകിൽ അവർ വിടില്ലായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ അടുത്തുള്ള ആരെങ്കിലും വിളിച്ചിട്ട് ഇതാ ഇവരെ വിടല്ലേ, കുറച്ച് കാര്യം പറയുന്നു എന്നെങ്കിലും പറയാമായിരുന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് ആരും വരുന്നത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടികളൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്. അവരെ വാച്ച് ചെയ്യാൻ ആളുണ്ടായിരുന്നു. പിന്നെയാ പറയുന്നത് അവരെ വാച്ച് ചെയ്യാൻ ആളുണ്ടായിരുന്നു. അവരെ കൂടെ 2-3 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവർ വേറെ ആരുടെങ്കിലും സംസാരിക്കണമെന്നുണ്ടോ എന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അതിനുശേഷമാണ് അറിയുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ വന്ന് പറയുന്ന അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സ്വന്തമായി കോടതി വിചാരണ നടത്തുന്നു, ശിക്ഷിക്കുന്നു, മരണം വിധിക്കുന്നു. സ്റ്റുഡൻറ് ഫാഷിസ്റ്റ് ഓഫ് ഇന്ത്യ അഥവാ SFI. അസ്ലം, സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണ്. സിൻജോ ജോൺസൺ 4ാം വർഷ വിദ്യാർത്ഥി. സിൻജോ ജോൺസന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. 20-ലേറെ പ്രതികൾ. ഒരാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. DYSPയുടെ കീഴിൽ 20 പേരടങ്ങുന്ന അന്വേഷണ സംഘത്തിനാണ് ചുമതല. ഈ കസ്റ്റഡിയിലുള്ള 8 പേരിൽ 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അസ്ലം, ആ ഡീനിനെ അല്ലേ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്? അയാൾ ഡീനാണോ അല്ലെങ്കിൽ കാലനാണോ? എനിക്ക് സംശയമുണ്ട്. ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇനിയും ഒരു സിദ്ധാർത്ഥ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആദ്യം ക്യാമ്പസുകളിൽ നിന്നും വാഷ് ഔട്ട് ചെയ്ത് കളയേണ്ടത് SFI എന്ന സംഘടനയാണ്. SFI ഈ ക്രിമിനൽ സ്വഭാവം വെച്ച് പുലർത്തുന്ന ഒരു ക്യാമ്പസ് മാത്രമല്ല വെറ്റിനറി കോളേജ്. മറ്റ് നിരവധിയായ ക്യാമ്പസുകളിലും SFI സമാനമായ ഒരു പാറ്റേണാണ് പിന്തുടരുന്നത്. അവർ വിദ്യാർത്ഥികളെ ഏത് തരത്തിലും കൂടെ നിർത്തുന്നതിന് വേണ്ടി കള്ളും കഞ്ചാവും കൊടുക്കുകയും പെണ്ണും മയക്കുമരുന്നും കൊടുക്കുകയും അതിൻ ഫലമായി ഈ കുട്ടികളൊക്കെ മാനസിക വൈകല്യമുള്ള ഒരു കൂട്ടം ക്രിമിനലുകളായി മാറുകയും ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ ക്യാമ്പസിൽ കാണുന്ന SFIയുടെ തനിക്കുണം. ആ SFI ആണ് നമ്മുടെ പ്രിയപ്പെട്ട സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയതും. നമ്മളിതിവിടെ സംസാരിക്കുമ്പോൾ പത്തനംതിട്ടയിലെ സ്വകാര്യ ലോ കോളേജിൽ DYFIയുടെ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി കൂടിയായ ജെയ്സൺ ജോസഫിനെ ക്യാമ്പസിൽ നിന്നും അധ്യാപകർ പുറത്താക്കിയിരിക്കുക. എന്തിൻ്റെ പേരില? തൻ്റെ സഹപാഠിയുടെ ഇടനെഞ്ചിൽ ചവിട്ടി മെതിച്ച് ആക്രമിച്ചതിൻ്റെ പേരിൽ, റാഗിങ് നടത്തിയതിൻ്റെ പേരിൽ. ഇതുപോലെയുള്ള നിരവധിയായ സംഭവ വികാസങ്ങളാണ് കേരളത്തിലൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം വെറ്റിനറി കോളേജിലേക്ക് വരുമ്പോൾ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നിരന്തരമായി സിദ്ധാർത്ഥ് തന്നെ പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ റൂമിൽ സീനിയർ വിദ്യാർത്ഥികൾ കടന്നു വരികയും SFI ക്രിമിനലുകൾ കടന്നു വരികയും അവിടെ ഇരിക്കുന്ന മദ്യക്കുപ്പികൾ സിദ്ധാർത്ഥിനെ കൊണ്ട് അടുക്കി വെപ്പിക്കുകയും ചെയ്തു. അത് എണ്ണി നോക്കാൻ ആവശ്യപ്പെട്ടു. അത്തരത്തിൽ എണ്ണി നോക്കിയ മദ്യക്കുപ്പികളുടെ എണ്ണം കണ്ട് അമ്പരന്ന് പോയ സിദ്ധാർത്ഥിനെയാണ് ഈ സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ ഓർമ്മിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ട മറ്റൊരു സംഗതി, SFI ഈ കൊലപാതകത്തിൽ ഉപയോഗിച്ച പാറ്റേണിൽ വ്യക്തമായ ഒരു ഗൂഢാലോചനയുണ്ട്. 14-ാം തീയതി വളരെ ശക്തമായി സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നു. 15-ാം തീയതി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സിദ്ധാർത്ഥിനെ വീണ്ടും തിരികെ SFI ക്രിമിനലുകൾ വിളിച്ചു വരുത്തുന്നു. എന്തിൻ്റെ പേരില? തുടർന്ന് അങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന വലിയ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി.
ആ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകി 18-ാം തീയതി വരെ ആക്രമിച്ചിട്ടും സിദ്ധാർത്ഥിനെ ആക്രമിക്കുന്നതിൻ്റെ ഒരു വീഡിയോയോ ഒരു ഫുട്ടേജോ ഒന്നും തന്നെ ലീക്കായി പുറത്തു പോയിട്ടില്ല. അതിന് അവർ ഉപയോഗിച്ച ഒരു പാറ്റേൺ തങ്ങളുടെ ഹോസ്റ്റൽ മുറികളിൽ ഉണ്ടായിരുന്ന 130 കുട്ടികളുടെയും വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഒള്ളിയാക്കുകയും ആ അഡ്മിൻ ഒള്ളി വാട്സപ്പിൽ നിന്നും എന്തെങ്കിലും പുറത്തു പോയാൽ അവരെ തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യും എന്ന് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ തരത്തിൽ മുന്നോട്ട് പോയ SFI ക്രിമിനലുകളാണ് സിദ്ധാർത്ഥിനെ വകവരുത്താൻ നേതൃത്വം നൽകിയത്. ഡീൻ ഈ വിഷയത്തിൽ 14-ാം തീയതി മുതൽ അക്രമമുണ്ടായി എന്ന് മനസ്സിലായിട്ടും പ്രതികരിക്കാത്ത ഡീൻ ഈ വിഷയത്തിൽ കൊലപാതക കുറ്റം ചുമത്തേണ്ട ആളാണ്. തീർച്ചയായും അദ്ദേഹം 14-ാം തീയതി റാഗിംഗ് ഉണ്ടായിട്ട് ആ റാഗിങ്ങിനെതിരായി ഒരു കേസ് എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് സിദ്ധാർത്ഥിന് ഈ മരണം സംഭവിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടടുത്ത് ചെയ്യാതെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള വലിയ നാടിനെ നടുക്കുന്ന ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. തുടർന്ന് അങ്ങോട്ട് 23-ാം തീയതിയായി ആ വിഷയത്തിന്മേൽ ഒരു നടപടി ഉണ്ടായിട്ട് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത്. എന്തുകൊണ്ട് ഡീൻ കേസ് കൊടുത്തില്ല പോലീസിന്? ഇവിടെ റാഗിംഗ് ഉണ്ടായി എന്ന് പറഞ്ഞ് 14-ാം തീയതി മുതൽ ഇങ്ങോട്ട് വന്ന് 23-ാം തീയതി വരെ ആയിട്ടും പോലീസിന് എന്തുകൊണ്ട് ഡീൻ കേസ് കൊടുത്തില്ല? എന്തുകൊണ്ട് ഒരു റാഗിംഗ് കേസ് അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല? പോലീസ് പിന്നെ തയ്യാറായതെന്ന ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് റാഗിങ്ങിനുള്ള കേസ് കൂടി ആഡ് ചെയ്തത്. അപ്പോൾ ഇതിലൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചനയും ചില തൽപര കക്ഷികളെ മറച്ചു വയ്ക്കാനുള്ള ചില താല്പര്യങ്ങളുമാണ് ഞാൻ ഉൾപ്പെടെ മുഴുവൻ ആളുകളും കാണുന്നത്. എങ്ങനെ ഇതൊക്കെ സംഭവിക്കാതിരിക്കും? കേരളത്തിലെ ചരിത്രത്തിൽ തൻ്റെ ക്യാമ്പസിലിരുന്ന് തൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഇടനെഞ്ചിലേക്ക് കയറ്റി ഇറക്കിയ ആളാണല്ലോ അവരുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. ആ ആർഷോയുടെ കീഴിലുള്ള വിദ്യാർത്ഥികളാകുമ്പോൾ ഇതിനപ്പുറവും സംഭവിക്കും. അതുകൊണ്ട് പൊതുജനം തിരിച്ചറിഞ്ഞ് SFIയെ തിരിച്ചറിയണം. ക്യാമ്പസുകളിൽ നിന്നും അവരെ വാഷ് ഔട്ട് ചെയ്ത് കളയണം. SFIയുടെ പേര് മാറ്റി ക്രിമിനൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാക്കണം. സിദ്ധാർത്ഥിന് നീതി നൽകണം. ആ നീതിക്ക് ഏതറ്റം വരെ പോകാനും KSU തയ്യാറാണ്. ഞങ്ങൾ തിങ്കളാഴ്ച സംസ്ഥാന കമ്മിറ്റിയുടെ വലിയ സമരം സംഘടിപ്പിക്കുകയാണ് വയനാട്ടിൽ. ആ സമരത്തിന് കേരളത്തിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഐക്യദാർഢ്യം അർപ്പിക്കണം. ഈ വിഷയം ഒരു കാരണവശാലും പോലീസ് അന്വേഷിച്ചാൽ തീരുന്ന പ്രശ്നമല്ല. പോലീസ് ഈ വിഷയത്തിൽ തുടക്കം മുതൽ 18-ാം തീയതി ഇങ്ങനെ ഒരു മരണമുണ്ടായിട്ടും 22-ാം തീയതി അല്ലെങ്കിൽ 24-ാം തീയതി വരെ ആ ക്യാമ്പസിൽ ഈ അക്രമികൾ അഴിഞ്ഞാടിയിട്ടും അറസ്റ്റ് ചെയ്യാത്ത പോലീസ് ഇനി അങ്ങോട്ട് അവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ബോധ്യമൊന്നും KSUവിനില്ല. അതുകൊണ്ട് ഈ വിഷയം ക്രൈംബ്രാഞ്ചോ അതിനു മുകളിലുള്ള അന്വേഷണ ഏജൻസികളോ ഏറ്റെടുത്ത് അന്വേഷിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും സിദ്ധാർത്ഥിന് നീതി ലഭിക്കില്ല. ആ നീതി ലഭിക്കാൻ ഉയർന്ന അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കാനെങ്കിലും കുറഞ്ഞ പക്ഷം പിണറായി വിജയന്റെ ഗവൺമെന്റ് തയ്യാറാവണമെന്നാണ് KSUവിന് സൂചിപ്പിക്കാനുള്ളത്. ശീശപ്രസാദ്, സമയമില്ല, പെട്ടെന്ന് പറയുകയാണെങ്കിൽ നല്ലത്. എങ്ങനെയാണ് ABP ഈ വിഷയത്തെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ABVP ആദ്യം തന്നെ ഡീൻ്റെ ആ ഇടപെടലിനെ കൃത്യമായി കുറ്റപ്പെടുത്തുകയും കൃത്യമായി ഉപരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ ABVPയുടെ ദേശീയ നിർവാഹക സമിതിക്കും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും നിരാഹാരം ആരംഭിക്കുകയാണ്. ഇതിന് കൃത്യമായ നടപടി ഉണ്ടാക്കുന്നത് ഒരു വലിയ സമരവുമായിട്ട് ABVP മുന്നോട്ട് പോകും. അതിന് ഏത് അറ്റം വരെയും പോകാൻ വേണ്ടിയിട്ട് ABVP തയ്യാറാണ്. പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ അനാസ്ഥ അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും VC ഇതുവരെ ആ ക്യാമ്പസിൽ പോയിട്ടില്ല, VC ആ ക്യാമ്പസിൽ കയറ്റില്ല, അതിനു മുമ്പ് VC ഇതിന് കൃത്യമായിട്ടുള്ള നിലപാട് പറയുവാനും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് VCയുടെ നിലപാട് അത് കൃത്യമായിട്ട് പറയാനും VC തയ്യാറാവണം എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ബലദേവ്, എന്തായാലും ഡീൻ അടക്കം ഈ കേസിൽ പ്രതികളാണ്, കുറ്റക്കാരാണ്. താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണ് അല്ലേ? അദ്ദേഹമാണ് ഇതിനെല്ലാം കളമൊരുക്കി കൊടുത്തത്. ആരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അവരെ ഇത്രയും ഇതിനകത്ത് പ്രതിയാക്കണം, അതിന്റെ തർക്കമൊന്നുമില്ല. പരമാവധി ഞാൻ പറഞ്ഞല്ലോ, ഇത് സാധാരണഗതിയിൽ ഒരു ആത്മഹത്യ ആണെങ്കിൽ എടുത്ത സെക്ഷൻ 306 ആണ്. അതിനേക്കാൾ മുകളിലായിട്ട് ഒരു അഭിഭാഷകത്തിന് എനിക്ക് പറയാറുണ്ട്. ഇതിനകത്ത് അങ്ങനെ കൈയുണ്ടെങ്കിൽ 306 മാറ്റി 302 നിൽക്കൂ എന്ന് തന്നെ പരിശോധിച്ച് കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് മുന്നോട്ട് പോകണം. കാര്യം ആ വീട്ടുകാർക്കെന്ന് മാത്രമല്ല, നമ്മൾ എപ്പോഴും പറഞ്ഞൊരു വാചകമുണ്ട് നമ്പ്യാരെ, ഇത് ആവർത്തിക്കരുത്. ഓരോ സംഭവം നടക്കുമ്പോഴും നമ്മൾ ചർച്ച ചെയ്യും, ഇത് ആവർത്തിക്കരുത്, നിയമകർഷകർ വീണ്ടും ഇത് പല രീതിയിൽ പല രൂപത്തിൽ പല സ്ഥലങ്ങളിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് എങ്കിലും നമുക്ക് അതൊരു ചോദ്യചിഹ്നമായിട്ട് വരണം. അതിന് ശക്തമായ നടപടികൾ എടുക്കണം, നടപടിയായിട്ട് മുന്നോട്ട് പോകണം. അതിനെല്ലാവരും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് ഒരുമിച്ച് നിൽക്കണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ ഗവർണർ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്.
സ്റ്റുഡൻറ് ഫാഷിസ്റ്റ് ഓഫ് ഇന്ത്യ. നോക്കൂ, തികച്ചും പ്രാകൃതമായ ഈ ആൾക്കൂട്ട വിചാരണ കൊലപാതകം നടന്നത് കേരളത്തിലെ ഒരു പ്രൊഫഷണൽ കോളേജിലാണ്. എന്തുകൊണ്ടാണ് ഈ വിഷയം സവിശേഷ പ്രാധാന്യത്തോടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്? ഭരണവർഗത്തിൻ്റെ സ്വാധീനത്തിലും ഭീഷണിയിലും തമസ്കരിക്കപ്പെടുന്ന വിഷയങ്ങളിൽ മറ്റൊന്നുകൂടിയായി ഇത് മാറരുത്. സിദ്ധാർത്ഥൻ്റെ കുടുംബം നടത്തുന്ന നീതിക്കായുള്ള പോരാട്ടത്തിന് ഞങ്ങളുടെ പിന്തുണ അറിയിക്കുന്നു. കേരളം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബോ അതോ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ അരങ്ങോ? വായിൽ പഴം തിരികിയിരിക്കുന്ന സാംസ്കാരിക നായകന്മാരോടുള്ള പുച്ഛം കൂടി രേഖപ്പെടുത്തുന്നു. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.